ഒരാളെ തളർത്തുന്നത് ശരിക്കും ശരീരമല്ല, ഒരാളെ തളർത്തുന്നത് മുഴുവൻ മനസ്സാണ്. അപ്പം മനസ്സാണ് പെട്ടെന്ന് തളർന്നു പോവുക. അപ്പം തളർത്താതെ പിടിച്ചു നിർത്തേണ്ടതും എതിനെയാണ്? മനസ്സിനെയാണ്. അതാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. ബാക്കിയൊക്കെ എളുപ്പമുള്ള കാര്യം. ഇപ്പം രാവിലെ നടക്കാൻ പോവാം, നമുക്ക് അത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ മനസ്സിനെ ഒന്ന് ഏകാഗ്രമാക്കിയെടുക്കൽ അത്ര എളുപ്പമല്ല. അതല്ലേ അർജുനനും ചോദിക്കുന്നത്. നോക്കൂ, കൃഷ്ണൻ്റെ കൂടെ എത്ര കാലം ജീവിച്ച മഹാനാണ് അർജുനൻ. പറയുന്നത് ചഞ്ചലം ഹി മനഃകൃഷ്ണ പ്രമാദി ബലഭദ്രടെന്നാണ്. മനസ്സ് വളരെ ചഞ്ചലമാണ് കൃഷ്ണ, അതിനെ പിടിച്ചാൽ കിട്ടില്ല. അതിപ്പോൾ നോക്കൂ നിങ്ങൾ, ഞാൻ ഈ വിഷുക്കണി എപ്പോഴും ഓർക്ക് ബോംബെയിലൊരു നടന്നൊരു സംഭവമാണ്. ബോംബെയിലൊരു വീട്ടിൽ അവർ വിഷുക്കണി ഒരുക്കാൻ തീരുമാനിച്ചു. അപ്പം മകനോട് പറഞ്ഞു, മകൻ 6 ഇല്ല, കുരുത്തക്കേട് എന്ന് പറഞ്ഞാൽ കുരുത്തക്കേടിൻ്റെ ഉസ്താദാണ് അവൻ, അത്ര ടോപ്പ് കുരുത്തക്കേട്. അപ്പം ഇങ്ങനെ കുരുത്തക്കേട് മാത്രമുള്ളൊരു പയ്യനോട് അമ്മ പറഞ്ഞു, നോക്കൂ, വിഷുക്കണിയൊക്കെ വെക്കുമ്പോൾ നമുക്ക് അതിൽ മാങ്ങ ചക്കയൊക്കെ വെക്കണം. അപ്പോൾ ഇവർ അടുത്ത വീട്ടിലൊരു നമ്പ്യാർ താമസിക്കുന്നുണ്ട്, കണ്ണൂർക്കാരൻ. അപ്പോൾ അവരെവിടുന്നോ ചക്ക വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അതിൻ്റെ ഒരു പീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അമ്മ ഇവനോട് പറഞ്ഞു, എടാ അടുത്ത വീട്ടിലെ നമ്പ്യാർ അങ്കളുടെ വീട്ടിൽ ചക്കയുണ്ട്, നീ കൊണ്ടുവരാം, നമുക്ക് കണിയിൽ വെക്കണം. ഇവൻ അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നു. അമ്മ കണിയൊക്കെ ഒരുക്കി. പിറ്റേ ദിവസം അമ്മ പറഞ്ഞു, നീ എണീക്കരുത്, നിൻ്റെ കണ്ണ് പൊത്തി കൊണ്ടുവരും, നിന്നെ ഞാൻ കണി കാണിക്കും, അത് കണ്ടിട്ട് ഉണർന്നാൽ നീ നോക്കിക്കോളൂ, നിൻ്റെ ജീവിതത്തിൽ വലിയ പുരോഗതിയാണ്. അപ്പം നീ കണിയിലേക്ക് നോക്കുമ്പോൾ കൃഷ്ണനെ നോക്കണം, എന്നിട്ട് പ്രാർത്ഥിക്കണം, നീ നല്ല കുട്ടിയാക്കണം. ഇവൻ്റെ കുരുത്തക്കേടൊന്ന് കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അമ്മ അതും കൂടി അഡ്വാൻസായി പറഞ്ഞു, എൻ്റെ വികൃതിയൊക്കെ ഒന്ന് കുറച്ച് തരണേ കൃഷ്ണ എന്നൊക്കെ പറയണമെന്ന്. ഞാൻ പറഞ്ഞു, അതൊന്നും ഞാൻ പറയില്ല. അങ്ങനെ ഇവൻ രാവിലെ അമ്മ എണീപ്പിക്കേണ്ട സമയമായപ്പോഴേ അവൻ വിളിച്ചു ചോദിക്കണ്ടേ, എണീക്കാറായില്ലേ എന്ന്. ഇവൻ അടങ്ങിയിരിക്കണ്ടേ. പിന്നെ അവൻ പറഞ്ഞു, എന്നാൽ എന്നെ എണീപ്പിക്കേണ്ട, ഞാൻ തന്നെ വന്നോളാം. അത് വേണ്ടാന്ന് പറഞ്ഞു അമ്മ, ഞാൻ തന്നെ നിന്നെ വിളിപ്പിച്ചുകൊണ്ടിരാൻ. അങ്ങനെ അമ്മ തന്നെ അവനെ വിളിപ്പിച്ചു കൊണ്ടുവന്ന് അമ്മ ഇവനെ ആ കണിയുടെ മുന്നിൽ കൊണ്ട് ഇരുത്തിയതേ അമ്മയ്ക്ക് ഓർമ്മയുള്ളൂ. ഇവൻ ആദ്യം പറഞ്ഞു, ഇത് നമ്മുടെ നമ്പ്യാരങ്ങളുടെ ചക്കയല്ലേ എന്നാണ്. കൃഷ്ണനും ഇല്ല, രാമനും ഇല്ല. ആദ്യമേ അവൻ്റെ കണ്ടുപോയത് ഈ ചക്കയുടെ മുകളിലേക്കാണ്. അപ്പോൾ അമ്മയ്ക്ക് അങ്ങോട്ട് കലി വന്നിട്ട് പറഞ്ഞു, അമ്മ പറഞ്ഞു, എടാ നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ചക്കയും മാങ്ങയല്ല കാണേണ്ടത്, കൃഷ്ണനെയാണ് കണി കാണേണ്ടതെന്ന്. അതിന് അമ്മ എന്നോട് കൃഷ്ണനല്ലോ ചക്ക വാങ്ങിച്ചുകൊണ്ടുവന്നത്, ഞാനല്ലേ ചക്ക വാങ്ങിച്ചുകൊണ്ടുവന്നത്. ഇവൻ ആ ചക്കയുടെ മുകളിൽ രാവിലെ തന്നെ പിടികൂടി. ഇതാണ് നോക്കൂ, ഓരോരുത്തരെയും മാനസികാവസ്ഥ. അത് അവരവരുടെ ജീവിതത്തെ അവരവർക്കല്ലാതെ വേറൊരാൾക്ക്, അത് അമ്മ വിചാരിച്ചുകൊണ്ടോ അച്ഛൻ വിചാരിച്ചുകൊണ്ടോ ഭാര്യ വിചാരിച്ചുകൊണ്ടോ ഭർത്താവ് വിചാരിച്ചുകൊണ്ടോ മക്കൾ വിചാരിച്ചുകൊണ്ടോ മാറ്റാൻ പറ്റില്ല. കാര്യമൊക്കെ നമുക്ക് പറയാം, ഇത് ഇങ്ങനെയാണ് കാര്യങ്ങളത്. അപ്പം അത് കൊണ്ട് നമുക്ക് ഈ വിഷു തരുന്നൊരു സന്ദേശം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഓർമ്മിപ്പിക്കുന്നത് നല്ല ആരോഗ്യം വേണോ, കർമ്മഫലം. അപ്പം നിങ്ങൾ ചക്കയും മാങ്ങയും കാണരുത്, നമ്പ്യാരങ്ങളുടെ ചക്കയും മാങ്ങയല്ല കാണേണ്ടത്. ആ സ്ഥാനത്ത് നമ്മൾ കാണേണ്ടത് നമ്മുടെ ആരോഗ്യമുള്ള ഒരു ശരീരവും ആരോഗ്യമുള്ളൊരു മനസ്സും. ഈ രണ്ടെണ്ണം, 2 കർമ്മഫലങ്ങളാണ് നമുക്ക് വേണ്ടത്. ശരീരവും വേണം, ഇതും വേണം, മനസ്സും വേണം. അപ്പം ശരീരത്തിൻ്റെ ആരോഗ്യം ഉണ്ടാവാനാണ് അപ്പം അതിന് നമ്മൾ മെനക്കെടന്നെ വേണം. നടക്കുകയോ യോഗയോ എന്തൊക്കെ നമുക്ക് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ അത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ആദി ശങ്കരാചാര്യസ്വാമികളും പറയുന്നുണ്ട്, പ്രാണായാമം പ്രത്യാഹാരം എന്നൊക്കെ പറയുന്നുണ്ട്. കുറച്ചു നേരം പ്രാണായാമമൊക്കെ ചെയ്യുന്നത്, പരിശീലിക്കുന്നത് നല്ലതാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ഈ പ്രാണായാമമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ താരതമ്യേന കുറവാണ്. യോഗ ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് താരതമ്യേന കുറവാണ്. അവരങ്ങനെ ഒരു 10, 90, 100 വയസ്സ് വരെയൊക്കെ അങ്ങനെ വണ്ടി ഓടിക്കൊള്ളുന്നത് വലിയ കുഴപ്പമില്ലാതെ. ഇന്നിപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, ഏറ്റവും കൂടുതൽ മനുഷ്യരെ അലട്ടുന്നതാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്നുള്ളത്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ആളുകളൊക്കെ ഇപ്പം മെഡിക്കൽ പണ്ടൊക്കെ ഹെൽത്ത് ഇൻഷുറൻസ് ആയിരുന്നു. ഹെൽത്തല്ല, എന്താ പറയുക, ലൈഫ് ഇൻഷുറൻസ്. പണ്ടിങ്ങനെ ഏജൻറ്റുമാരൊക്കെ ലൈഫ് ഇൻഷുറൻസിന് വേണ്ടി ആളെ കണ്ടുപിടിക്കാൻ നോക്കും. എന്നിട്ട് പറയും, നിങ്ങൾ മരിച്ചാൽ 10 ലക്ഷം നിങ്ങളുടെ വീട്ടുകാർക്ക് കിട്ടുന്നു. അപ്പോൾ ആളുകളുടെ ഒരു പ്രതീക്ഷ അതായിരുന്നു, ഞാൻ മരിച്ചാൽ എനിക്കൊരു 10 ലക്ഷം കിട്ടും. അല്ല, എനിക്കല്ല, മരിച്ചു കഴിഞ്ഞാൽ എത്രയെങ്കിലും ലക്ഷം വീട്ടുകാർക്ക്
കിട്ടും, ഞാൻ പോളിസി അടച്ചു കഴിഞ്ഞാൽ മതി എന്നുള്ളത്. ഇപ്പം പിന്നെ ആർക്കും വീട്ടുകാർക്ക് 10 ലക്ഷം കിട്ടണമെന്ന് ആഗ്രഹമില്ല. ഇപ്പം ഞാൻ മരിച്ചു പോകുന്നതിന് മുമ്പ് എനിക്ക് വല്ല പ്രശ്നങ്ങളും വന്നാൽ അതിനെവിടുന്ന് പൈസ കിട്ടുന്നുള്ളതാണ്. മനസ്സിലായില്ലേ? മരിച്ചു കഴിഞ്ഞിട്ട് നിങ്ങളുടെ വീട്ടുകാർക്ക് പൈസ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ പറ്റും? അപ്പം അതുകൊണ്ട് ഇപ്പം ലൈഫ് ഇൻഷുറൻസ് പോയി, ഇപ്പം എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് മാറി. ഇപ്പം ഹെൽത്ത് ഇൻഷുറൻസ് നോക്കുമ്പോൾ ആദ്യം തന്നെ നോക്കും, നിങ്ങൾ ഹെൽത്ത് ഇൻഷുറൻസുകാരെ കണ്ടുപിടിച്ചിട്ടുണ്ടോ അറിയില്ല. എൻ്റെ അടുത്തൊരു ഹെൽത്ത് ഇൻഷുറൻസുകാരൻ വന്നു. ഞാൻ എൻ്റെ സമയം പാസ് എനിക്ക് ചോദിച്ചു എന്തൊക്കെയാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നുള്ളത്. അപ്പം എന്നോട് പറഞ്ഞു, സ്വാമിക്ക് ക്യാൻസർ വന്നാൽ ഇതിൽ കവർ ചെയ്യും, ഹാർട്ട് അറ്റാക്ക് വന്നാൽ കവർ ചെയ്യും, കിഡ്നിക്ക് പ്രോബ്ലം വന്നാൽ കവർ ചെയ്യും. ഒരുവിധം എല്ലാം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ ഒരുവിധ രോഗങ്ങളൊക്കെ എനിക്ക് വരുമെന്ന് പറഞ്ഞു കഴിഞ്ഞല്ലോ. നിങ്ങൾക്കിപ്പോൾ അങ്ങനെയാണ് അവർ ഹെൽത്ത് ഇൻഷുറൻസുകാർ വരിക. നിങ്ങൾക്ക് കിഡ്നിക്ക് കംപ്ലൈൻറ്റ് വന്നാൽ, ഹാർട്ടിന് കംപ്ലൈൻറ്റ് വന്നാൽ, ലിവറിന് വന്നു കഴിഞ്ഞാൽ, ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് കവർ ചെയ്യുന്നത്. അതായത് നിങ്ങൾക്കിതൊക്കെ മനസ്സിലായില്ലേ നിങ്ങൾക്ക്? അപ്പം അയാൾ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്കിപ്പോൾ ഉള്ള പോലെയാണ് ഇപ്പം അയാൾ പറയുന്നത്, അവർ കവർ ചെയ്യുന്നുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഈ സാധനം ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ തന്നെ എപ്പോഴും ചിന്ത എന്താ വരിക? എനിക്ക് കിഡ്നിക്ക് പ്രോബ്ലം വന്നാലും കുഴപ്പമില്ല, കാരണം ഇത് കവർ ചെയ്യുമല്ലോ ഈ സാധനം. ഈ സാധനം ഉള്ളത് കൊണ്ട് ഇവനെ ലൈസൻസ് ഇല്ലാതെ ജീവിക്കാൻ ഒന്നുകൂടിയും ഒരു പെർമിഷൻ കിട്ടുകയാണ്. കാരണം ഇവർ പറഞ്ഞിട്ട് 25 ലക്ഷം വരെ കവർ ചെയ്യുന്നു. എന്നാൽ പിന്നെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? എന്നൊരു കൈ നോക്കിയിട്ട് കാര്യം അല്ലേ? 25 ലക്ഷമൊക്കെ കവർ ചെയ്യുന്നൊക്കെ പറഞ്ഞ് പോളിസി എടുപ്പിച്ച് അവസാനം ഒരു അസുഖവും വന്നില്ലേ, ഇവൻ്റെ 25 ലക്ഷം പോളിസി കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഇവനെന്താ വിചാരിക്കുക? സങ്കടമായി, ദൈവമേ എന്തെങ്കിലും എനിക്കൊന്ന് തരാമായിരുന്നു, കാരണം എൻ്റെ ഇൻഷുറൻസ് എക്സ്പയർ ചെയ്യിപ്പോയി, അത് വേണ്ട പോലെ യൂസ് ചെയ്യാൻ എനിക്ക്. മനുഷ്യൻ രോഗം വരരുതെന്നാണ് ആഗ്രഹിക്കുക. പക്ഷേ ഈ പോളിസി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ആഗ്രഹിക്കുക? ഇത് മുതലാക്കാൻ എനിക്ക് എന്തെങ്കിലും ഒരസുഖം വന്നാൽ നന്നായിരുന്നു എന്നാണ്. കാര്യം ഇത് മുതലാക്കണ്ടേ, 25 ലക്ഷമാണ്. ഇതാണ് പോളിസി. നോക്കൂ നിങ്ങൾ. ഇങ്ങനെ മനുഷ്യ ജീവിതം മുഴുവൻ ആരോഗ്യത്തെക്കുറിച്ച് ഇന്ന് അസ്വസ്ഥരാണ് കുറേ പേര്. ആണോ? ഇന്നിപ്പോൾ ടെസ്റ്റിന് കൊടുത്താൽ തന്നെ നമ്മുടെ മനസ്സമാധാനം പോകുന്ന കാലമാണ്. ആലുവയിലാണ് തോന്നുന്നു നടന്നൊരു കഥയാണ്. ഇവിടെ വന്നിരുന്നു അങ്കിള്, ഇദ്ദേഹത്തിന് ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തു. ബ്ലഡ് ടെസ്റ്റിന് കൊടുത്തിട്ട് റിസൾട്ട് വന്നപ്പോൾ ഇയാൾക്ക് പ്രഗ്നൻസി റിപ്പോർട്ട് ചെയ്തു. ഇദ്ദേഹത്തിന് 65 വയസ്സുള്ള ഒരു അങ്കിളും. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ ഒരിക്കലും ഗർഭിണിയാവാൻ ഒരു വഴിയില്ല. 65 വയസ്സിൽ ഇയാൾ പ്രഗ്നൻ്റേ. പിന്നെ ഇയാൾ രണ്ടാമതൊക്കെ നോക്കിയപ്പോഴാണ് നാരായണൻകുട്ടി എന്നാണ് ഇയാളുടെ പേര്. പക്ഷേ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് നാരായണിക്കുട്ടി എന്നുള്ളൊരു കുട്ടിയുടെ റിപ്പോർട്ടാണ്. നാരായണിക്കുട്ടിക്ക് കൊടുക്കേണ്ട റിപ്പോർട്ട് നാരായണൻകുട്ടിക്ക് കൊടുത്തപ്പം നാരായണിക്കുട്ടി ഗർഭിണിയാണ്. അവളുടെ ഗർഭമാണ് ആർക്ക് കൊടുത്തത്? നാരായണൻകുട്ടിക്ക് കൊടുത്തത്. നാരായണൻകുട്ടിക്ക് ആണെങ്കിൽ ആർത്രൈറ്റീസിൻ്റെ എന്തൊക്കെയോ, ഈ അദ്ദേഹത്തിന് എല്ലിന് തേയ്മാനം എന്തൊക്കെയോ പ്രശ്നമുണ്ട്. ഇതൊക്കെ കൂടി നാരായണിക്കുട്ടിക്ക് കൊടുത്തു. പ്രഗ്നൻ്റ് റിപ്പോർട്ട് ചെയ്യാൻ പോയ ആൾക്ക് എല്ലിൻ്റെ പ്രശ്നവും എന്ന് പറഞ്ഞ പോലെ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അവർക്ക് മനസ്സ് തെറ്റി പോകുമ്പോൾ ഇവിടെ റിപ്പോർട്ട് മാറിയതൊക്കെയുള്ള നമുക്ക് സാധാരണ രീതിയിൽ സംഭവിക്കുന്ന കാര്യമാണ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കും, മനുഷ്യനെ സംബന്ധിച്ച് ഇന്ന് ആരോഗ്യം ശരിക്കും പറഞ്ഞാൽ പ്രശ്നമാണ്. ഇന്ന് നമ്മൾ സമൂഹത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആരോഗ്യമുള്ള ആളുകളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. അപ്പം എന്താണ് ഈ ആരോഗ്യം നിലനിർത്താൻ ചെയ്യേണ്ടതെന്ന് ഇന്ന് ചിന്തിക്കേണ്ട കാലമല്ലേ? സത്യം പറഞ്ഞാൽ മരുന്നിനെ ആശ്രയിക്കുകയാണോ, ഇൻഷുറൻസിനെ ആശ്രയിക്കുകയാണോ, അല്ലാതെ ഇതിനെന്താണ് ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ളത് നോക്കേണ്ട ഒരു കാലമല്ലേ? ആണോ അല്ലയോ? അത് ശരിക്കും പറഞ്ഞാൽ അത് വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ, ഇപ്പം യോഗ, സിംപ്ലിഫൈ യോഗ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ ഇപ്പോഴും പൂർണ്ണമായി നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഒരു ഹെൽത്ത് അവർക്കുണ്ടാവാൻ എന്താണ് അവർ ചെയ്യേണ്ടത്, റെഗുലർലി ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളെടുത്തില്ല ഇപ്പോഴും ഐഡിയ ഉണ്ടോ? ഒരു പ്ലാനിങ് ഉണ്ടോ? നിങ്ങൾ നോക്കൂ, നമ്മുടെ കുട്ടികളിലൊക്കെ ഉണ്ടോ അത്? ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. കുറേ ജിമ്മിൽ പോയി നോക്കുന്നുണ്ട് യൂത്ത്, കുറേ അവിടെയും ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. അല്ലാതെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീസ് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ ഉണ്ടോ ഇല്ലയോ?
ഇല്ല. അപ്പോൾ നോക്കൂ, മനുഷ്യൻ ഹെൽത്ത് ഉണ്ടാവണം. ഹെൽത്താണ് ഒരു കർമ്മഫലം എന്ന് പറയുന്നത്. അപ്പം അതിനു വേണ്ടി നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്താൽ ഹെൽത്ത് ഉണ്ടാവും. ഒരു നല്ല ഹെൽത്ത് ഉണ്ടാവാനുള്ള കർമ്മം ചെയ്താൽ കർമ്മഫലം കറക്റ്റായിരിക്കും. ഇതുപോലെയാണ് മനസ്സ് നന്നാവണം എന്ന് ആഗ്രഹിക്കേണ്ടത്. നമ്മൾ നല്ലൊരു സ്ട്രോങ് മൈൻഡ് ഉണ്ടാവണം, പീസ്ഫുൾ മൈൻഡ് ഉണ്ടാവണം, ഒരു ഹാപ്പി മൈൻഡ് ഉണ്ടാവണം. എല്ലാവരും ഹാപ്പി വിഷു എന്നൊക്കെ അങ്ങോട്ട് അടിച്ചു വിട്ടു എന്ന്, ഹാപ്പി വിഷു എന്നുള്ളത് അല്ലേ. വിഷു ആശംസകൾ, നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു വിഷു ആശംസകൾ നേരുന്നു. വിഷു ആശംസകൾക്ക് പറഞ്ഞതുകൊണ്ട് സന്തോഷം ഉണ്ടാവുമോ? പണ്ട് സ്വാമി ചിന്മയാനന്ദജി ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത്, ഈ ഫ്ലൈറ്റിലൊക്കെ ഇറങ്ങുന്ന സമയത്ത് അവർ ഹാവ് എ നൈസ് ഡേ എന്നൊക്കെ പറഞ്ഞൊന്ന് വിഷ് ചെയ്യും. വിഷിങ് യു എ നൈസ് ഡേ എന്ന്. അപ്പോൾ ഉടനെ അദ്ദേഹത്തിനോട് പറഞ്ഞു ഹാപ്പി എന്താണ് നൈസ് ഡേ, വിഷിങ് യു ഹാപ്പി നൈസ് ഡേ എന്ന്. അപ്പോൾ ഉടനെ സ്വാമിജി തിരിച്ചു വെച്ചു ഹൗ എന്ന്. ഇതെങ്ങനെ ഒരു നല്ല ദിവസം ഉണ്ടാക്കുക എന്നുള്ളത് പറയാൻ എളുപ്പത്തിൽ കഴിയും. അപ്പോൾ നല്ലൊരു വിഷു ഉണ്ടാക്കാൻ എന്താ വേണ്ടത്? അപ്പം അവിടെയാണ് നമുക്കൊരു ഹെൽത്തി മൈൻഡും വേണം, ഹെൽത്തി ബോഡിയും വേണം. പറയൂ, ഹെൽത്തി മൈൻഡ് വേണം. അതുകൊണ്ടാണ് നമ്മൾ വിഷുവിൽ 2 കാര്യങ്ങൾ വെച്ചിരിക്കുന്നത്. ഭൗതികവും വെച്ചിട്ടുണ്ട്, ആത്മീയവും വെച്ചിട്ടുണ്ട്. കൃഷ്ണൻ്റെ വിഗ്രഹവും കണ്ണാടിയും ഗ്രന്ഥവും ഇതൊക്കെ ആത്മീയമാണ്. ഇതൊക്കെ മനസ്സിൻ്റെ പ്രതീകങ്ങളാണ്. ഒരു നല്ല മനസ്സുണ്ടാക്കിയെടുക്കാൻ എന്താണ് വേണ്ടത്? അപ്പോൾ ആ 2 കാര്യങ്ങൾ, എങ്ങനെയാണ് ഒരു ഹെൽത്തി ബോഡി, എങ്ങനെയാണ് ഹെൽത്തി മൈൻഡ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമുക്ക് വിഷു കൈനീട്ടം കൊടുക്കാൻ യോഗ്യരാണ്. ഇപ്പോൾ വിഷു കൈനീട്ടം എന്നത് പറയുന്നത് കറൻസിയുടെ രൂപത്തിൽ നിന്നായെങ്കിലും ശരിക്കും മറ്റുള്ളവർക്കൊരു ബ്ലെസ്സിങ് കൊടുക്കുകയാണത്, ഒരു കൈനീട്ടം കൊടുക്കുകയാണ്. എന്താണ് ഈ കൈനീട്ടം എന്ന് പറഞ്ഞാൽ? ഇതാണ് നിങ്ങളും നേടിയെടുക്കേണ്ടതെന്ന് ജനറേഷനിലേക്ക് നമ്മൾ ഈ ഒരു നോളജിനെ, ഈ ഒരു പ്രാക്ടീസിനെ മറ്റുള്ളവർക്ക്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കറൻസി കൊടുക്കുന്നതായിരിക്കും വിഷു കൈനീട്ടം എന്നുള്ളത്? അത് പിന്നീട് എവിടെയോ വന്നാണ് ഈ നോട്ട് കൊടുക്കൽ, ദക്ഷിണ കൊടുക്കൽ, പൈസ കൊടുക്കൽ. ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പൂർവികരുദ്ദേശിച്ച വിഷു കൈനീട്ടം അതായിരിക്കുമോ? അല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ കറൻസി വരുന്നതിന് മുമ്പ് വിഷു ഉണ്ടാവില്ല? മനസ്സിലാവില്ലേ നിങ്ങൾക്ക്? ഈ കറൻസി നോട്ട് പ്രിന്റ് ചെയ്യുന്നതിന് മുമ്പ് വിഷു ഉണ്ടായിണ്ടാവില്ല? ഉണ്ടായില്ല? ഉണ്ടായിട്ടുണ്ടാവില്ല? ഉണ്ടായിട്ടുണ്ടാവണം. അപ്പം അന്ന് ഇവരെന്തായിരിക്കും വിഷു കൈനീട്ടം കൊടുത്തിട്ടുണ്ടാവുക? വേണമെങ്കിൽ നമുക്കൊരു തർക്കൊരുത്തരത്തിന് പറയാം സ്വർണ്ണ കോയിനാണ് കൊടുത്തത്. കാരണം അന്ന് എന്തെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോയിൻ ഉണ്ടാവും, വെള്ളിയുടെ കോയിൻ, ചെമ്പിൻ്റെ കോയിൻ അല്ലേ, ഉണ്ടാവില്ലേ? അതായിരിക്കും വന്ന് കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പം വീണ്ടും ചോദ്യം വന്നു, ഇതുണ്ടാവുന്നതിന് മുമ്പ് വിഷു ഉണ്ടാവില്ലേ? ഈ സ്വർണ്ണ കോയിനും വെള്ളിക്കോയിനൊക്കെ ഉണ്ടാവുന്നതിന് മുമ്പും വിഷു ഉണ്ടാവില്ലേ? ഉണ്ടാവില്ല? ഉണ്ടാവും. അപ്പം അന്ന് എന്തായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക? ഉലുവയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവില്ലേ? അപ്പം അവർ കൊടുത്തിട്ടുണ്ടാവും. മൈൻഡും ഉണ്ടാക്കാനുള്ള ഇവർക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസിനെ അവർ മറ്റുള്ളവരിലേക്ക് പറയാം. നമ്മൾ വിഷു കൈനീട്ടം എന്ന പേരിൽ ഒരു കൈനീട്ടം കൊടുക്കുന്നത്, അത് പിന്നീടാണ് കറൻസി വന്നപ്പോഴാണ് ഈ പൈസ മേടിക്കലായത്. പണ്ടൊക്കെ കുട്ടികളുടെ മെയിൻ ജോലി എന്താ വെച്ചാൽ കാരണവന്മാരുടെ അടുത്തുനിന്നൊക്കെ മേടിച്ചിട്ട് സൂക്ഷിച്ച് വയ്ക്കുക. ഒരു ദിവസം കൊണ്ട് മനുഷ്യനെ, കുട്ടികളെ സമ്പന്നരാക്കുന്ന ദിവസമായിരുന്നു. പിന്നെ ചോദിച്ചു മേടിക്കാൻ തുടങ്ങി. ദേ നിങ്ങൾ 100 തന്നോളണം, അല്ലെങ്കിൽ 500 തന്നോളണം, ഇല്ലേ 500 തന്നോളണം. അങ്ങനെയാണ് കുട്ടികൾ അന്ന് സമ്പന്നരാവുക. ഒരു പൈസയൊക്കെ കുറച്ചായി കഴിഞ്ഞാൽ പിന്നെ അമ്മ കുട്ടികളുടെ അടുത്ത് നിന്ന് കടം മേടിക്കും. കാരണം അമ്മമാർക്ക് എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോൾ കുട്ടികളോട് പറയടാ ഞാൻ തിരക്ക് തരാടാ, ഇപ്പോൾ കുറച്ച് എനിക്ക് ആവശ്യമുണ്ട്, നിനക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ കൂട്ടിത്തരാം, നീ തൽക്കാലം നിൻ്റെ വിഷു കൈനീട്ടമൊക്കെ എനിക്കിതാണ്. അപ്പോൾ അവനൊരു വലിയ വിചാരമായി, എന്ത് ഞാൻ അമ്മയ്ക്ക് കടം കൊടുക്കാൻ മാത്രമൊക്കെ വളർന്നു കഴിഞ്ഞു എന്നുള്ളത്. ഇവൻ കടമൊക്കെ കൊടുക്കും, പിന്നെ അമ്മയ്ക്ക് ഇരിക്കപ്പുറതി ഉണ്ടാവില്ല.
സ്വൈരെന്ന് പറയുന്നത് പിന്നെ കൊടുക്കില്ല. എവിടെ പോകുമ്പോഴും എൻ്റെ പൈസ. പിന്നെ എല്ലാവരും മുന്നിലും വെച്ച് കളിയാക്കും. അമ്മയ്ക്ക് പൈസയ്ക്ക് വേണ്ടി വന്നപ്പോൾ ഞാൻ എൻ്റെ വിഷുക്കൈയിൽ നിന്നോട് എടുത്ത് കൊടുത്തിട്ടോ ഒന്ന്. ഇത് നാട്ടുകാരോട് മൊത്തവനവൻ പറയുമ്പോൾ അപ്പോഴാണ് അമ്മയ്ക്ക് പറയും, ഈ പൊല്ലാപ്പ് വേണ്ടായിരുന്നു ഇതിനും വേണം. എന്നിട്ട് പറയും, നീ പറയണ്ട, നിനക്ക് ഇന്ന് തന്നെ തരാൻ നിൻ്റെ പൈസ എന്ന്. ഇങ്ങനെയൊക്കെയുള്ള ഒരു തമാശകൾ നമുക്ക് കുട്ടികളുടെ ഇടയിലും അമ്മമാരുടെ ഇടയിലും കാണാം, ഇല്ലേ? പഴയ കാലത്ത് ഇതൊക്കെ ഒരു രസമായിരുന്നു. കുറേ പടക്കം പൊട്ടിക്കൽ, അതും പെൺകുട്ടികളാണെങ്കിൽ കുറേ പൂത്തിരിയും മെത്താപ്പിനും അപ്പുറത്തേക്ക് പോകാൻ അവർക്ക് പറ്റില്ല. ആമ്പിള്ളേരാണെങ്കിൽ ഉള്ള അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഓല പടക്കങ്ങൾ വാങ്ങിച്ച് അത് പൊട്ടിക്കുക മാത്രമല്ല, എങ്ങനെ അതിനെ തോലൊക്കെ പൊളിച്ചെടുത്തിട്ട് രണ്ടാമതൊന്ന് പൊട്ടിക്കാൻ പറ്റുമെന്നുള്ള എക്സ്പെരിമെൻറ്റ്, ഇതിൻ്റെയൊക്കെ ഒരു കാലമായിരുന്നു പഴയ കാലം. ഇപ്പം എനിക്ക് തോന്നുന്നു അതിനോടൊക്കെ ഉള്ളൊരു താല്പര്യം കുറഞ്ഞ് എന്ന് ചൈനക്കാർ പടക്കമുണ്ടാക്കാൻ തുടങ്ങി അന്ന് ഇതിനോടുള്ള താല്പര്യവും പോയി. കാരണം വാങ്ങിക്കുന്ന പടക്കമൊന്നും പൊട്ടണില്ല, അത് നമുക്ക് വേണ്ടപ്പോൾ പൊട്ടില്ല, പിന്നെയാണ് പൊട്ടുക. അപ്പം അങ്ങനെയൊക്കെ അതിനോടുള്ളൊരു താല്പര്യം പോയി. പിന്നെ അതുപോലെ ഉത്സവപ്പറമ്പിൽ ധാരാളം പൊട്ടുന്നുണ്ട്, ഇനിയും പൊട്ടിക്കണ്ടല്ലോ. ഈ രീതിയിലൊക്കെ മനുഷ്യൻ അതിൽ മാറി. ഇപ്പം നമ്മൾ നോക്കും, വിഷുക്കണി കാണുക. അപ്പം ഇതിൻ്റെ ഒരു സന്ദേശം നമുക്ക് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കണം. ഇതിൻ്റെ പിന്നിലൊരു വലിയ ആധ്യാത്മികമായ ഒരു അറിവുണ്ടാകും. അപ്പം നല്ലൊരു മനുഷ്യനെ സമൂഹത്തിലേക്ക് കൊണ്ടുവന്ന് നാളത്തെ തലമുറയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് മുന്നോട്ട് ജീവിതം പോവേണ്ടതെന്ന് വഴി കാണിക്കുക. അപ്പം നമ്മളെ പൂർവികർ നോക്കൂ നിങ്ങൾ, നല്ല ആരോഗ്യമുണ്ടാവാൻ നല്ല പച്ചക്കറിയും നല്ല മാങ്ങയൊക്കെയാണ്. ഞാൻ ഇതുവരെ വിഷുക്കഴിയിൽ ഈ നോൺ വെജ് ഒന്നും കണ്ടിട്ടില്ല. കോഴിമുട്ട ഉണ്ടോ വിഷുക്കണിയിൽ? അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടോ ആരെങ്കിലും? ഉണ്ടോ? ഇല്ല, ഇതുവരെ വന്നിട്ടില്ല. അപ്പം നല്ല ആരോഗ്യമുള്ള ശരീരം ഉണ്ടാവാൻ സത്യം പറഞ്ഞാൽ നോൺ വെജിൻ്റെ ആവശ്യം ഇല്ല എന്നതൊരു സത്യം. അത് സമൂഹത്തിനുള്ളൊരു നല്ല സന്ദേശമാണ്. പക്ഷേ നമ്മുടെ ഈ ഹിന്ദു എന്ന് പറഞ്ഞ ജന്തുണ്ടല്ലോ, ഈ കണിയിൽ മാത്രം അത് വെക്കും. ഈ പച്ചക്കറി നീ നോക്കൂ, ഉച്ചയ്ക്കത്തെ ഊണ് മുഴുവൻ നോൺ അടിക്കുകയും ചെയ്യും. നമ്മുടെ കേരളത്തിലാണെങ്കിൽ ഹിന്ദുക്കൾക്ക് നോൺ വെജിനോടുള്ള ഒരു ആസക്തി വളരെ കൂടി വരികയാണത്, അല്ലേ? ശരിയാണോ ഞാൻ പറഞ്ഞത്? വിഷുക്കണിയിൽ പച്ചക്കറിയും പഴമൊക്കെ വയ്ക്കും, പക്ഷെ അവൻ കഴിക്കുന്നതായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അതാണെങ്കിൽ നമ്മുടെ കേരളത്തിലാണെങ്കിൽ നമ്മളെ കരുതിക്കൂട്ടി നമ്മളെ ഈ സംസ്കാരം മാറ്റാനായിട്ട് ഉള്ള കുഴിമാന്തികളൊക്കെ തുറന്നിട്ടുമുണ്ട്. വഴി മുഴുവൻ കുഴിമാന്തി കൊണ്ടിരിക്കുകയാണ്. ഹോട്ടലുകളൊക്കെ അങ്ങനെയാക്കി മാറ്റി. അതായത് നോൺ വെജ് ഇല്ലാതെ ഒരു പ്യുവർ വെജ് ഭക്ഷണം കഴിച്ചാൽ ആരോഗ്യം നിലനിൽക്കും എന്നുള്ളൊരു സന്ദേശം ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് ഇപ്പോൾ വെജിറ്റേറിയൻ ആണെന്ന് പറയാൻ പോലും ചിലർക്ക് നാണക്കേടായിരിക്കും. ഇപ്പോൾ കുറച്ച് കുറവാണ്. ഇപ്പം എല്ലാവരും കുറേ ആൾക്കാരെങ്കിലും വെജിറ്റേറിയൻ കൾച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്കൊക്കെ എൻ്റെയൊക്കെ കാലത്ത് തുടക്കം നല്ല പ്രശ്നമായിരുന്നു. ഞാൻ ഈ ഉള്ളി ഉപയോഗിക്കില്ല, മറ്റത് ഉപയോഗിക്കില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ആടോ മാടൊക്കെയാണോ നമ്മൾ എന്നുള്ളതാണ്. ഞാനൊരിക്കലും ഇങ്ങനെ ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ ഇതൊന്നും കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞപ്പം ആ അങ്കിള് പറയാണ്, ഇവിടെയും പണ്ട് അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു എന്ന്. ചോദിച്ചാൽ എവിടെ ഉണ്ടായിരുന്നു? തൊഴുത്തിലുണ്ടായിരുന്നു എന്ന്. അത് മനുഷ്യരുടെ ഇടയിലില്ല, ഈ തൊഴുത്തിലാണ് ഇങ്ങനത്തെ കുറച്ച് ആൾക്കാരുള്ളത്, ഈ പുല്ലും വൈക്കോലൊക്കെ കഴിക്കുന്ന ആൾക്കാർ. അതായത് ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന് ഇങ്ങനെയൊക്കെ ജീവിക്കാൻ പറ്റുമെന്ന് പോലും ഉൾക്കൊള്ളാൻ വളരെ പ്രയാസം. നമ്മുടെ ഇവിടെയുള്ളൂ കേട്ടോ പ്രശ്നം. നമ്മൾ നോർത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, നിങ്ങൾ വൃന്ദാവനത്തിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഈ ഉള്ളി ഒരു സ്ഥലത്ത് അവർ ഉപയോഗിക്കില്ല. മനസ്സിലായില്ലേ? അവരതിൽ നിന്നൊക്കെ എത്രയോ മുക്തരാണ്. പക്ഷെ നമ്മുടെ കേരളം എന്ന് പറയുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെ നമ്മുടെ സംസ്കൃതി താഴ്ത്തിക്കെട്ടാൻ പറ്റുമെന്ന് അവർ നോക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സന്ദേശം ലോകത്തിന് കൊടുക്കണം. വിഷുക്കണി ദർശനം എന്ന് പറഞ്ഞാൽ എന്താണ് വിഷുക്കണി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇപ്പം രണ്ട് കാര്യങ്ങളാണ്. ആ പഴങ്ങളും മറ്റുമൊക്കെ ഒരു സാത്വിക ആഹാരത്തിൻ്റെ പ്രതീകമാണ്. നമ്മൾ ഗീതയിൽ നോക്കിക്കഴിഞ്ഞാൽ കൃഷ്ണൻ 17-ാം അധ്യായത്തിൽ 3 തരം ആഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഉണ്ടോ? ഏതൊക്കെയാണ് ഈ 3 തരം ആഹാരം? സാത്വിക ആഹാരം, രാജസിക ആഹാരം, താമസിക ആഹാരം എന്ന 3 തരം ആഹാരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇപ്പം ഈ സാത്വിക ആഹാരം മെയിൻറ്റെയിൻ ചെയ്ത് അവനവൻ്റെ ആരോഗ്യത്തിന് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ, പ്രാണായാമം തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആരോഗ്യമുള്ളൊരു ശരീരം നേടിയെടുക്കലാണ്
നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ലക്ഷ്യം. അപ്പം ആരോഗ്യമുള്ള ശരീരമില്ലെങ്കിൽ, അതാണെന്ന് ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു വിഷൻ ക്ലിയറായിട്ട് മാറണം. അപ്പം നമ്മൾ നോക്കൂ, നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ളത്, ജോലിക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്ത് രാവിലെ ആയാൽ കുളിക്കുക, ജോലിക്ക് പോവുക. അപ്പം ഹെൽത്ത് കെയർ ചെയ്യില്ല. അപ്പോൾ ഒരു ഏജായി കഴിഞ്ഞാൽ പലർക്കും ശാരീരികമായ പ്രശ്നങ്ങളൊക്കെ നേരിട്ട് പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വന്നു. അപ്പോൾ നോക്കൂ, നിങ്ങൾ ആ ശരീരത്തിൻ്റെ ആരോഗ്യം നേരത്തെ മെയിൻറ്റെയിൻ ചെയ്തു പോയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. നമ്മളെല്ലാവരും പറയും ചുമരുണ്ടെങ്കിലേ എഴുതാൻ പറ്റുള്ളൂ. ചുമര് നഷ്ടപ്പെടുത്തിയിട്ട് പിന്നെ ഇങ്ങനെ എഴുതാൻ പറ്റുക. ഇതുപോലെ ആരോഗ്യമില്ലാത്തവൻ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ സ്ട്രോക്ക് വന്നു, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അസുഖം വന്നു, ഹാർട്ടിന് പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ ഹൈ BP പ്രശ്നം വന്നു, അല്ലെങ്കിൽ കിഡ്നി ഡാമേജ് ചെയ്തു, എന്നിട്ട് ഡയാലിസിസിന് പോയി. അപ്പോൾ ഇതൊക്കെ ഒരു 10-55 വയസ്സിൽ സംഭവിച്ചു കഴിഞ്ഞാൽ, ആരോഗ്യം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ബുദ്ധി ഉണ്ടായിട്ടും ഒരു കാര്യമില്ല. അപ്പം ഇതാരാ പറഞ്ഞു കൊടുക്കുക? ഇത് ചെറുപ്പത്തിൽ സ്കൂളുകളിൽ പറഞ്ഞു കൊടുക്കുമോ? നമ്മുടെ സ്കൂളുകളിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? ശരീരമാദ്യം ഖലു ധർമ്മസാധനം, യുവർ ഹെൽത്ത് ഈസ് യുവർ വെൽത്ത്. ഇപ്പം എന്താ പഠിപ്പിച്ചു കൊടുക്കുന്നത്? ബൂസ്റ്റ് ഈസ് എ സീക്രട്ട് ഓഫ് എനർജി എന്നാണ്. ബൂസ്റ്റ് കഴിച്ചുകൊണ്ട് ഇവൻ എനർജി ജീവിതം മുഴുവൻ ഉണ്ടാവുമോ? പറയൂ നിങ്ങൾ. അപ്പം നല്ലൊരു വിഷൻ നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ, അത് നമ്മുടെ പൂർവികന്മാർ ചെയ്ത വെച്ച ഒരു വഴിയാണ് വിഷുക്കണി ദർശനം. പക്ഷെ ആളുകൾ മാങ്ങിയും ചക്കയും കണ്ടിട്ട് പോകും. പക്ഷെ ഇതെല്ലാം ഒരു കാർഷിക സമ്പത്ത് വന്നത് ഒരു കർമ്മത്തിൻ്റെ, ആരോ കൃഷി ചെയ്തതിൻ്റെ കർമ്മഫലമാണെങ്കിൽ, നല്ല ജീവിതത്തിലെ കർമ്മഫലം കിട്ടണമെങ്കിൽ നമ്മൾ ശാരീരികമായി നമ്മൾ എൻഗേജ്ഡ് ആവണം എന്ന് മാത്രമല്ല, നല്ല ആഹാരം കഴിച്ചാലേ നല്ല ആരോഗ്യം നിലനിർത്താൻ സാധിയിൽ നിന്ന് ഉൾക്കൊള്ളാൻ പറ്റുന്നത്. ആണോ അല്ലയോ? രണ്ടാമത്തത് ഞാൻ പറഞ്ഞ പോലെ ഗീതയും അല്ലെങ്കിൽ രാമായണവും കൃഷ്ണവിഗ്രഹവും ഓർമ്മിപ്പിക്കുന്നത് സാധ്യായവും സാധനയും ചെയ്താൽ. ഇപ്പം ദിവസവും കുറച്ച് സമയം സാധനയ്ക്ക് വേണ്ടി മനുഷ്യൻ ഉപാസനാദി സംസ്കാരങ്ങൾക്ക് വേണ്ടി, ഇപ്പം ഗീതയിൽ തന്നെ കൃഷ്ണൻ പറയുന്ന പോലെ അനന്യ ചിന്തയം ദോമാം യേ ജനാ പരിഭാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അങ്ങനെ ആരാണോ തൻ്റെ ജീവിതത്തിൽ കുറച്ച് സമയം ഉപാസനാദികൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്, അവർക്ക് ആരോഗ്യമുള്ള ഒരു മനസ്സിനെ വീണ്ടെടുക്കാം. അപ്പോൾ എനിക്ക് നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ പഠനം ആവശ്യമാണ്. ഇന്ന് ഈ വിഷുവൊക്കെ നമ്മളിപ്പോൾ 2024 കടക്കുമ്പോൾ ഒരു ബ്ലൈൻഡ്, ഒരു അന്ധമായ ഒരു വിശ്വാസങ്ങളിൽ നിന്നും കുറച്ചൊരു ശാസ്ത്രബോധത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം നമ്മളെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ പണ്ടത്തേതിനേക്കാളും കൂടിക്കൂടി വരികയാണ്. ആണോ അല്ലയോ? മാനസികമായ പല വിഷമങ്ങളും പിരിമുറുക്കങ്ങളും പ്രയാസങ്ങളും ഇന്ന് കുടുംബത്തിൽ കൂടി വരിക. പഴയതുപോലെയുള്ള എല്ലാവരും ഒരു ഐക്യമുള്ളൊരു കാലഘട്ടം പോയി കഴിഞ്ഞു. അപ്പം ഇങ്ങനെ മാനസികമായ ഒരു വിഷമങ്ങളുടെ കാലഘട്ടമായതുകൊണ്ട് ഇവിടെ മനസ്സിന് ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള വിഷമങ്ങളെ അതിവർത്തിക്കാൻ, മറികടക്കാൻ മനുഷ്യ മനസ്സിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ തീരെ മനസ്സിനെ അവഗണിച്ചുകൊണ്ട്, ഇന്നിപ്പോൾ നമ്മുടെ യുവാക്കളൊക്കെ അതാ ചെയ്യുന്നത്, യുവതികളൊക്കെ തീരെ മനസ്സിനെ അവഗണിച്ചുകൊണ്ട് എന്തു വന്നാലും ഞാൻ നേരിടും എന്നുള്ളൊരു അഹങ്കാരത്തിൽ. അതാണല്ലോ ഭഗവത്ഗീതയ്ക്ക് ഇന്ന് കാലത്തെ പ്രസക്തി. അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ അർജുനൻ കൃഷ്ണനോട് പറയുന്നത്, അർജുനൻ യുദ്ധക്കളത്തിലേക്ക് വരുമ്പോൾ വളരെ കോൺഫിഡൻസിലാണ് വരുന്നത്, അല്ലേ? നിങ്ങൾ ഗീത എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അർജുനൻ കൃഷ്ണനോട് പറയുന്നത് സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ എന്ന് പറയുമ്പോൾ അർജുനൻ ഫുൾ കോൺഫിഡൻ്റ് ആണ്. എന്ത്? യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണെന്നുള്ളത്. അങ്ങനെയല്ലേ? സേനയോർ ഉഭയോർ മധ്യേ രഥം സ്ഥാപയ എന്ന് മാത്രമല്ല, അടുത്ത വരി പറയുന്നത് യാവതേതാൻ നിരീക്ഷേഹം യോദ്ധുകാമാനവസ്ഥിതാൻ. യോദ്ധുകാമാൻ, യുദ്ധം ചെയ്ത് വിജയിക്കാൻ വന്നിരിക്കുന്നവരെയൊക്കെ ഞാനൊന്ന് നോക്കട്ടെ ആരൊക്കെയാണെന്നുള്ള. അപ്പം അർജുനൻ ആ യുദ്ധം ചെയ്യാനും ആരൊക്കെയാണ് വന്നത് അവരൊക്കെ നേരിടാനും അർജുനൻ തയ്യാറാണ്. പക്ഷെ അർജുനൻ്റെ ഈ തയ്യാറെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഒരു സത്യസന്ധമായ ഒരു കോൺഫിഡൻസ് ഉള്ള തയ്യാറെടുപ്പായിരുന്നോ? അല്ലല്ലോ. അർജുനൻ ഒരു ആവേശത്തിൽ പറഞ്ഞാണ്.
ഈ ആവേശം ഇന്നത്തെ തലമുറയ്ക്കും അതുപോലെയുണ്ട്. എന്തു വന്നാലും ഞങ്ങൾ നേരിടാൻ തയ്യാറാണ്. അപ്പോൾ കല്യാണം കഴിക്കുന്ന കുട്ടിയുടെയും വിചാരം എന്താണ്? ഈ ഭർത്താവിൻ്റെ വീട്ടുകാരോടൊക്കെ എനിക്ക് ഗെറ്റ് അലോങ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് അച്ഛനോട് പറയുന്നത്, നിങ്ങൾ കെട്ടിച്ച് തന്നാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഈ പയ്യനും എന്താ വിചാരിക്കുന്നത്? ഓ, ഈ പെണ്ണിനെയൊക്കെ എനിക്ക് മാനേജ് ചെയ്യാൻ വല്ല പ്രയാസമുണ്ടോ എന്ന്. കല്യാണം കഴിച്ചു കഴിഞ്ഞാലല്ലേ ഇവന് മനസ്സിലാവുന്നത് ഇവൻ ശരിക്കും കല്യാണം കഴിച്ചിരിക്കുന്ന പെണ്ണിൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത്. അവനെ വരച്ച വരയിൽ മൂക്കിൽ വരച്ചിട്ട് പോലെ അവൾ വരച്ചിട്ടുണ്ടാവുക. അതോടുകൂടിയിട്ട് അവന് ശ്വാസം മുട്ടി. അവന് പിന്നെ പെണ്ണും വേണ്ട, ഒന്നും വേണ്ട. ഞാൻ ഇത് നിങ്ങളോട് വെറുതെ പറയില്ലേ. ഈ ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു പയ്യൻ എൻ്റെ അടുത്തിട്ട് വന്നിട്ട് പറഞ്ഞു, അവൻ M.Tech കഴിഞ്ഞ് MBA കഴിഞ്ഞ പയ്യനാണേ. കല്യാണം കഴിഞ്ഞിട്ട് എന്നോട് ചോദിക്കുകയാണ്, സ്വാമിജി ഫ്രീ ആകുമ്പോൾ ഞാനൊരു രഹസ്യം ചോദിക്കുകയാണ്. സ്വാമിജി എൻ്റെ കാല് പിടിച്ചിട്ട് പറഞ്ഞു, ഇത് സ്റ്റേജിൽ ഒരിക്കലും പറയരുതെന്ന് സത്യം ചെയ്യണമെന്ന്. കാരണം സ്വാമിയുടെ നാവിന് ഒരു ലൈസൻസ് ഇല്ല, പ്രഭാഷണത്തിലൊക്കെ കയറി പറയും. അതുകൊണ്ട് പറയില്ല എന്ന് എനിക്ക് 101% ഉറപ്പ് തന്നാൽ ഞാൻ പറയാറ്. ഞാൻ പറഞ്ഞു, നിൻ്റെ പേര് പറയില്ലേ, ബാക്കി ഞാൻ പറയില്ല എന്ന് ഞാൻ പറയില്ല. കാരണം എൻ്റെ നാക്കിന് എനിക്ക് ലൈസൻസ് ഇല്ല. ഇപ്പം നോക്കൂ, ഞാൻ ഇപ്പം തന്നെ പറയുന്നത് നോക്കൂ. ഞാൻ അതുകൊണ്ട് എനിക്ക് ഉറപ്പൊന്നും തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, എടോ എന്നോട് പറയാൻ നിനക്ക് ധൈര്യക്കുറവുണ്ടെങ്കിൽ നീ പറയരുത്, എൻ്റെ അടുത്ത് പറയരുതെന്ന് പറഞ്ഞു. അല്ല സ്വാമി, ഞാൻ കല്യാണം കഴിച്ചിട്ടൊരു മാസമായിട്ടുള്ളൂ, അവൾ എന്നെ നിയന്ത്രിക്കണോ, വല്ലാതെ എനിക്ക് ശ്വാസം മുട്ടുണ്ട്, അവളെ നിയന്ത്രിക്കാൻ വല്ല മന്ത്രം ഉണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞു, ഞാനെന്താ വശീകരണ മന്ത്രം കൊണ്ട് നടക്കുന്ന ആളാണ്. ഈ പെണ്ണിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവന്. ഇവൻ നോക്കണം, M.Tech കഴിഞ്ഞ് MBA കഴിഞ്ഞവൻ. ഞാൻ ചോദിച്ചു, നീ എന്തിനൊക്കെ പഠിച്ചതെന്ന്. അപ്പോൾ എന്നോട് പറയാ, ആ സബ്ജക്റ്റിലൊന്നും ഈ ഭാര്യയെ നിയന്ത്രിക്കാനുള്ള ലെസൺസ് ഒന്നുമില്ല. അത്രേ, ഭാര്യയെ നിയന്ത്രിക്കാനുള്ള ലെസൺസ് അല്ല. ഇവൻ സത്യം പറഞ്ഞപ്പോൾ ഇവൻ്റെ വീട്ടിൽ പോകുന്ന ഭാര്യയെ പേടിച്ചിട്ടാണ് ഒരുവിധം കാര്യങ്ങൾ. ഇവൻ മൊബൈൽ എടുക്കുമ്പോഴേക്കും ഇവളൊരു നോട്ടുണ്ട്, അവൻ അതോടുകൂടി നിർത്തി. ഇവൻ പറയും, ഇത് എത്ര കാലം എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുമെന്നറിയില്ല. പിന്നെ ഞാനിവന് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, നീ രാവിലെ എണീറ്റ് വിഷ്ണു സഹസ്രനാമം ചൊല്ല്. കാരണം നീ സന്യസിക്കുമെന്ന് പേടിച്ചാൽ പിന്നെ അവൾ നിന്നെ നിയന്ത്രിക്കാൻ പോവില്ല. അങ്ങനെ ഒരു പ്രതീതി നീ ഉണ്ടാക്കിയാൽ മതി. കാരണം ഈ തമിഴ് ബ്രാഹ്മിൻസിൻ്റെ ഇടയിൽ അങ്ങനെ ഒരു കല്യാണം അറിയാലോ നിങ്ങൾക്ക്? അറിയോ നിങ്ങൾക്ക്? ഈ കല്യാണത്തിന് ചടങ്ങിന് മുമ്പ് ഈ പയ്യൻ കാശിക്ക് പോകാൻ പോവും. ഈ പയ്യൻ കാശിക്ക് പോകാൻ പോവും. അപ്പോൾ പിന്നെ ഈ പയ്യൻ്റെ അച്ഛനൊക്കെ കൂടെ വരെ പിടിച്ചിട്ട് പറയും, നീ കാശിയിലൊന്നും പോകണ്ട, നിനക്ക് ഞങ്ങൾ, നിങ്ങളുടെ കൊങ്കണിയിലുണ്ടത് ഇല്ലല്ലോ, ഇല്ല, ഈ തമിഴിലേ ഉള്ളത്, തമിഴ് സമ്പ്രദായത്തിലാണ് അല്ലേ മാമി? ഈ കാശിക്ക് പോകുന്നു പറഞ്ഞിട്ട് അവൻ കാശിക്ക് പോകാൻ വേണ്ടി ഒരു ദണ്ടൊക്കെ എടുത്ത് ഇവൻ കാശിക്ക് പോകാൻ തയ്യാറാവുമ്പോഴാണ് ഈ പയ്യൻ്റെ അച്ഛൻ പറഞ്ഞത്, നീ എങ്ങനെ പോകണ്ട, നിനക്ക് ഞാൻ ഇവളെ തന്നെ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അങ്ങനെ ഒരു ചടങ്ങുണ്ട്, ഇതിൽ ഉള്ളതാണ്, വെറുതെ അടിക്കല്ല. അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം ഓർത്ത് വെച്ചിട്ട്, കാരണം എനിക്ക് നല്ലോണം അറിയാം, നീ ഇവളുടെ അടുത്ത് ഒരു കാര്യം ചെയ്താൽ മതി. രാവിലെ എണീറ്റ് ഒറ്റയിരിപ്പ്, ഓം വിശ്വം വിഷ്ണുഭക്ഷക്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭു, ഭാഗവതത്തിലെ 2-3 സ്തുതികളൊക്കെയാണ് ബൈഹാർട്ട് പിടിക്കുക. അപ്പോൾ ഇവൾ നിന്നെ ഭരിക്കും തോന്നുമ്പോഴൊക്കെ നീ കണ്ണടച്ച് നിവർന്നിരുന്ന്, അപ്പോൾ അവൾക്കൊരു പേടിയുണ്ടോ നീ സന്യസിക്കാൻ പോകുമോ എന്നുള്ളത്. അപ്പോൾ പിന്നെ അവളിത്തിരി ഭയപ്പെടുത്തും. കാരണം ഓവർ സ്ട്രിക്റ്റായാൽ നീ ഒരു പക്ഷേ മുങ്ങിപ്പോയാലോ എന്നുള്ള പേടിച്ചിട്ട് പിന്നെ അവൾ നിന്നെ ഭരിക്കാൻ പോവില്ല. ഇനിയിപ്പോൾ എനിക്കറിയില്ല, ഞാൻ അടുത്ത പ്രാവശ്യം കാണുമ്പോഴേ അറിയില്ല എന്താ ഏറ്റിരിക്കണതെന്ന്. അവൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ പറഞ്ഞിട്ടൊരു 2-3 മാസമായി. അപ്പോൾ ഞാനിതൊക്കെ പറയാൻ കാരണം, ഇത്രയൊക്കെ വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മനസ്സെന്ന് പറയുന്ന സാധനത്തിനൊരു സംതൃപ്തിയും സന്തോഷവും ഉള്ളവരുടെ എണ്ണം കുറവാണ്. ഒരാവേശത്തിൽ അർജുനൻ ഇറങ്ങിപ്പുറപ്പെട്ട പോലെ ഇറങ്ങിപ്പുറപ്പെട്ട് പിന്നെ യുദ്ധക്കളത്തിൽ എത്തുമ്പോഴാണ് പലതും നേരിടാൻ കഴിവില്ല, അതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, എനിക്കതിനുള്ള ഒരു പ്രാപ്തിയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ, അർജുനൻ യുദ്ധക്കളത്തിൽ തളർന്നപ്പോൾ കൃഷ്ണനുണ്ടായിരുന്നു ഇല്ലേ? അന്ന് കൃഷ്ണൻ്റെ മുന്നിലാണ് തളർന്നത്, അതുകൊണ്ട് അർജുനൻ രക്ഷപ്പെട്ടു. ഇന്നിപ്പോൾ ആരുടെ മുന്നിലാണ് തളരുന്നത്? ഇന്നിപ്പോൾ അങ്ങനെ തളർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുത്താൻ ആരുമില്ല. മനസ്സിലായില്ലേ? അപ്പം അതുകൊണ്ട് അന്ന് തന്നെ പൂർവികരിത് മനസ്സിലാക്കിയതുകൊണ്ട് അവർ വിഷുക്കണിയിൽ ഈ പുസ്തകങ്ങളൊക്കെ വെച്ചു, നമ്മുടെ ആത്മീയ പുസ്തകം. ഇതിപ്പോൾ നമ്മുടെ വിചാരം എന്തിനാണ്? അതൊക്കെ കണി കണ്ടാൽ നമ്മൾ നേരെയാവുന്നതാണ്.
അത് പഴയ കാലത്ത് നമ്മുടെയൊക്കെ വീടുകളിൽ പൂജാമുറിയിൽ പുസ്തകമൊക്കെ വെച്ചിട്ട് കാരണവന്മാർ ചന്ദനത്തിരിയൊക്കെ കാണിക്കും. അപ്പോൾ ഇതെന്താ ഇതിൽ ചന്ദനത്തിരി കാണിക്കാൻ കാരണം എന്ന് വെച്ചാൽ പറയും, ഇതെൻ്റെ അമ്മൂമ്മ പണ്ട് ഉപയോഗിച്ച പുസ്തകം. ഇന്നിപ്പോൾ അതിൽ ആരാ താമസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകം എന്നാണ് ഇവരെ വിചാരം. പക്ഷേ പുസ്തകമാവില്ല, അതിലൊക്കെ സിൽവർ ഫിഷായിരിക്കും ഉള്ളത്. കാരണം ഈ പട്ട് തുറന്നു നോക്കിയാലല്ലേ അറിയുള്ളൂ ഇതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളത്. മനസ്സിലാവുണ്ടോ? ഒരുപക്ഷെ അമ്മൂമ്മ ഒരുപക്ഷെ അന്നത്തെ കാലത്ത് ഇവർക്കുള്ള സ്വത്ത് വരെ അത് എഴുതി വെച്ചാൽ അതിലായിരിക്കും. ഇവർ ദാരിദ്ര്യം പിടിച്ചാൽ ആ പുസ്തകം തുറന്നു നോക്കില്ല, കാരണം ഇത് ആത്മീയ പുസ്തകമാണല്ലോ. അപ്പം ഇത്തരം പുസ്തകങ്ങൾ ഒരു എന്താ പറയുക, പൂജയിൽ വെക്കുന്നത് അല്ലെങ്കിൽ കണിയിൽ വെക്കുന്നത് വെറും വിഷുക്കണി കാണലല്ല, കണ്ണുകൊണ്ടുള്ള കാണലല്ല, അത് ഉൾക്കണ്ണുകൊണ്ട് കാണലാണ്. അപ്പോൾ ഉൾക്കണ്ണുകൊണ്ടുള്ള ഒരു കണി കാണലുണ്ട്. കൃഷ്ണൻ ഗീതയിൽ പറഞ്ഞ പോലെ പശ്യന്തി ജ്ഞാനചക്ഷുഷ, സ്ഥൂല കണ്ണുകൊണ്ടല്ല കാണുന്നത്. ഏത് കണ്ണാണ്? വിമൂഢാനാനുപശ്യന്തി പശ്യന്തി ജ്ഞാനചക്ഷുഷ, ജ്ഞാനത്തിൻ്റെ കണ്ണുകൊണ്ട് കാണേണ്ട ഒരു കണ്ണുണ്ട്. അതെന്താണത്? അപ്പോഴാണ് നമ്മൾ ഇതൊന്ന് ഉൾക്കൊള്ളേണ്ടത്. എനിക്ക് ആരോഗ്യമുള്ളൊരു ശരീരവും വേണം, ആരോഗ്യമുള്ളൊരു മനസ്സുമുണ്ടാവണം. ഇത് രണ്ടും ഉണ്ടാവണം എന്ന് എന്നെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചയാണ് ഏത്? ഈ വിഷുക്കണി എന്ന ബോധം വേണം. അപ്പോൾ ഭൗതികവും വേണം, ആത്മീയവും വേണം, ശരീരവും വേണം, മനസ്സും വേണം. ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോവാൻ ഒരു വർഷം ഒരാൾ എടുക്കുന്ന എഫേർട്ടുകൾ, പ്രയത്നങ്ങൾ, അത് അവരുടെ ജീവിതത്തിൽ വിചാരിച്ച പോലെ അവരെ ഉയർത്തുകയും ചെയ്യും. ഇതിന്ന് കിട്ടുന്ന കർമ്മഫലം വേണം മറ്റുള്ളവർക്ക് വിഷുക്കണിയായിട്ട് സമർപ്പിക്കാൻ. അപ്പം വിഷുക്കണി എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ മാനസികമായി ഉയർത്തുന്നത് ഒരു നല്ല, ഒരാളുടെ തളർന്നു പോയ ഒരാളുടെ മനസ്സിനെ ഉയർത്തുന്നത് ഒരു വിഷുക്കൈനീട്ടമാണ്. കൊടുക്കാവുന്ന ഏറ്റവും വലിയ കൈനീട്ടമാണ്. സന്തോഷം പങ്കുവെക്കുന്നത് വിഷുക്കൈനീട്ടമാണ്. ആണോ? എന്താ ഒന്നും മിണ്ടാത്തത്? ഇപ്പം ഈ വിഷുക്കൈനീട്ടം എന്ന് പറയുന്നത് കേവലം നമ്മൾ റുപ്പയിൽ നിർത്തിപ്പോയി. വിഷുക്കൈനീട്ടം എന്ന് പറയുന്നത് മറ്റൊരാളെ മാനസികമായി ഉയർത്തുന്ന, സന്തോഷം നൽകുന്ന ഒരു വിഷുക്കൈനീട്ടമാണെന്ന് നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുത്തിരുന്നെങ്കിൽ കല്യാണം കഴിച്ച് വീട്ടിൽ മാനസിക പ്രശ്നങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു. അവരിതാണ് കൈനീട്ടം എന്ന് മനസ്സിലാക്കിയിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ വിഷുക്കൈനീട്ടം എന്ന് പറയുന്നത് റുപ്പയിലുള്ള വിഷുക്കൈനീട്ടമായി. ഒരുപക്ഷെ അതുപോലും കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും പിണങ്ങിയിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? ഇപ്പം ഭർത്താവ് ഭാര്യയ്ക്ക് വിഷുക്കൈനീട്ടം കൊടുക്കുമ്പം ഭാര്യയ്ക്ക് ഒരു 500 രൂപയും സ്വന്തം സഹോദരിക്ക് ഒരു 1000 രൂപയും കൊടുത്തു കഴിഞ്ഞാൽ ആ വിഷുക്കൈനീട്ട ദിവസം കഴിഞ്ഞില്ലേ പരിപാടി? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടുകാരോടാണ് താല്പര്യം. എൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് എന്ത് താല്പര്യമുണ്ട്? കഴിഞ്ഞില്ലേ കാര്യം? ഒരൊറ്റ വിഷുക്കൈനീട്ടം കൊണ്ട് സമാധാനം പോയി കിട്ടും. പണ്ട് ഭാഗവതത്തിലൊരു കഥയുണ്ട്, നൃക്കൻ എന്ന് പറയുന്ന രാജാവിൻ്റെ കഥ. ഇദ്ദേഹത്തിൻ്റെ പശുക്കളെയൊക്കെ 2 ബ്രാഹ്മണർക്ക് തുല്യമായി വീതം വെച്ചു കൊടുത്തു. ഒന്നാമത്തെ ബ്രാഹ്മണന് കൊടുത്ത പശുവിൽ ഒരു പശു തിരിച്ച് ആലയിൽ കയറി. രണ്ടാമത്തെ ബ്രാഹ്മണന് കൊടുത്തപ്പോൾ ആ പശുവും കൂടെ ഉൾപ്പെട്ടു. അത് ഒന്നാമത്തെ ബ്രാഹ്മണൻ എനിക്ക് തോന്നുന്നു കേരളക്കാരനായിരിക്കണം. അയാൾ എണ്ണി നോക്കുമ്പോൾ ഒന്ന് കുറവ്. എന്നാൽ മാത്രമല്ല രണ്ടാമത്തെ ബ്രാഹ്മണന് അതിൽ കൊടുത്ത പശുവിൽ അതുണ്ട്. അതെങ്ങനെ ഇത്ര ഓർമ്മ വന്നു എന്ന് എനിക്കറിയില്ല. 100 പശുക്കളെയൊക്കെ പെട്ടെന്ന് റെക്കോർഡിൽ നിൽക്കണ്ടേ? ഇയാൾ അവിടെ ചെന്ന് തടുത്തിട്ട് പറഞ്ഞു, ആ പശു എൻ്റെയാണ്. രണ്ടാമത്തവൻ വിട്ടുകൊടുക്കുമോ? അവൻ പറഞ്ഞു, ഇതെൻ്റെയാണ്. 2 പേരും മുട്ടം വഴക്ക്, ഇതെൻ്റെയാണ്, 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 ഇതെൻ്റെയാണ്. അവസാനം 2 പേരും കൊണ്ട് രാജാവിൻ്റെ അടുത്തെത്തി. രാജാവ് ചോദിച്ചു, ഒരു കാര്യം ചെയ്യൂ, ഒരാളെടുത്തിട്ട് ഞാൻ പ്രായശ്ചിത്തം ചെയ്തോളാം, അതിന് പകരം ഒരു 10ഓ 20ഓ പശുവിന് തരാം. കഴിഞ്ഞില്ലേ? ഒന്നാമത്തെ ബ്രാഹ്മണൻ പറഞ്ഞാൽ 10 അവനും കൊടുത്തോളൂ, എനിക്ക് അതെന്നെ മതിയെന്ന്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു നല്ല അകിടക്കുള്ള പശു ആയിരിക്കത്. അപ്പം രണ്ടാമത്തെ ആൾ പറഞ്ഞു, എനിക്കും അത് തന്നെ മതി. അപ്പം 2 പേർക്കും ഒരൊറ്റ പശു. രാജാവ് പറഞ്ഞു, ഇതിനെ പൊളിച്ചു തരാൻ പറ്റില്ലല്ലോ, 50-50 പകുതിയാക്കി തരാൻ പറ്റുമോ? അത് പറ്റില്ല. അപ്പം പിന്നെ എന്താ പരിഹാരം? അവർ പറഞ്ഞു, ഒരൊറ്റ പരിഹാരമേ ഞങ്ങൾ കാണുന്നുള്ളൂ, താങ്കളൊരു ഓന്തായിത്തീരട്ടെ എന്ന്. അങ്ങനെ രാജാവ് ഒരു ഓന്തിൻ്റെ ജന്മം എടുക്കേണ്ടി വന്നു. ഭാഗവതത്തിൽ ആ ഒരു കഥ പറയുന്നത്, ഭഗവാൻ ശ്രീകൃഷ്ണൻ
അദ്ദേഹത്തിൻ്റെ കുട്ടികൾ കളിക്കുന്ന സമയത്ത് ഒരു പന്ത് കിണറ്റിൽ വീണപ്പോൾ ആ പന്തെടുക്കാൻ ചെന്നപ്പോൾ അതിൻ്റെ അകത്ത് ഓന്ത് കിടക്കണു. ആ ഓന്തിനെ പിടിച്ച് പൊക്കി ഭഗവാൻ പുറത്ത് കൊണ്ടുവന്നപ്പം ഓന്ത് മാറി. ഓന്തിനോട് ചോദിച്ചു, അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടതെന്ന്. പറഞ്ഞു, പശുവിനെ ദാനം ചെയ്തതാണെന്ന്. അവസാനം ദാനം ചെയ്ത ആൾ ആരായി? ഓന്തായി മാറിയൊരു കഥ ഭാഗവതത്തിലുണ്ട്. അപ്പോൾ എന്തിനാ ഈ കഥ പറഞ്ഞു ചോദിച്ചു കഴിഞ്ഞാൽ, നോക്കൂ, രാജാവ് ദാനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു അഹങ്കാരം, ഇതൊക്കെ എൻ്റെ സമ്പത്ത് ഞാൻ ദാനം ചെയ്യുന്നു. അവസാനം എത്തിയത് എവിടെയാണ്? ഞാൻ എൻ്റെ പൈസയും എൻ്റെ സ്വക്കെടുത്തും ഞാൻ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾ അവസാനം എത്തിയത് എവിടെയാണ്? മനസ്സിലായില്ല. സമാധാനത്തിലുള്ള ഒരു ജീവിതത്തിലാണോ എത്തിയത്? ആരായി തീർന്നു? ഓന്തായി തീർന്നു. ഇനി ഇന്നത്തെ കാലഘട്ടമായിട്ടൊന്ന് ഘടിപ്പിച്ചു നോക്കൂ നിങ്ങൾ. ഇന്നിപ്പം വിഷു കൈനട്ടവും കൊടുക്കുന്നു, പല കൈനട്ടവും കൊടുക്കുന്നു, പലതും കൊടുത്തിട്ട് അവസാനം ഓന്തായില്ലെങ്കിൽ ഓന്തിൻ്റെ ഗതിയല്ലേ മനുഷ്യന്? മനസ്സിലായില്ലേ നിങ്ങൾക്ക്? ഓന്തായിട്ടില്ലെങ്കിലും ഏറെക്കുറെ ഓന്തിൻ്റെ ഗതിയല്ലേ ഇന്ന്? കിണറ്റിൻ്റെ അകത്ത് വീണില്ലെങ്കിൽ ഏറെക്കുറെ കുഴിയിൽ വീഴുന്ന അവസ്ഥയല്ലേ? എന്താ ഒന്നും പറയാത്തത് നിങ്ങൾ? മാനസികമായിട്ടുള്ള വിഷമങ്ങളുടെ ഒരു കുഴിയിൽ വീഴുന്നുണ്ടോ? ഇല്ല. അപ്പം ഇതൊക്കെ കൊടുത്തിട്ടും അവസാനം സമാധാനമുള്ള ജീവിതമല്ല ഇത്. കൊടുത്തിട്ടും അപ്പം വെറും കറൻസി നോട്ട് കൊടുക്കുന്നതായിരിക്കും വിഷു കൈനീട്ടം കൊടുക്കേണ്ടത്? പറയൂ. അങ്ങനെ ആക്കിയെടുത്തു നമ്മൾ. അപ്പം അതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവണം, വേണ്ടേ? അപ്പം മറ്റൊരാളെ മാനസികമായി ഉയർത്തണം. അപ്പം അതിന് നമുക്ക് കുറച്ച് അറിവ് വേണം. ആ അറിവുണ്ടാവണമെങ്കിൽ ആ പുസ്തകം തുറന്നു നോക്കണം. ഏത് പുസ്തകം? ആ വിഷുക്കണിയിൽ വെച്ചിരിക്കുന്ന പുസ്തകം. ഏത്? ഈ ഭഗവത്ഗീതയും ഒക്കെ ഒന്നെടുത്ത് വായിച്ചു നോക്കിയിട്ട് അല്പമെങ്കിലും ഒരു മനോബലം നമ്മൾ നേടിയാലേ ഈ മനോബലം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ വിഷു കൈനീട്ടമാവുന്നത്. അതാണ് കൈനീട്ടം എന്ന് മനസ്സിലാക്കണം. ഈ രീതിയിൽ ഒരു സമൂഹത്തെ മനുഷ്യൻ നയിക്കുന്ന, അവരെ ഉയർത്തുന്ന ഒരു ജീവിതചര്യ പണ്ടുള്ളവർ ചിട്ടപ്പെടുത്തി നമുക്ക് തന്ന് അത് പങ്കുവെക്കാൻ പറഞ്ഞപ്പോൾ നമ്മളെന്ത് ചെയ്തു? തമിഴ്നാട്ടുകാരുടെ തക്കാളിയും വെച്ച്, അല്ല വെള്ളരിക്കയും വെച്ച്, ആന്ധ്രക്കാരൻ്റെ മാങ്ങയും വെച്ച്, ആന്ധ്രയിൽ നിന്നാണ് മാങ്ങ വരുന്നത്, ബംഗനപ്പള്ളിയിൽ നിന്ന്, അവിടുത്തെ മാങ്ങയും വെച്ച്, അല്ലെങ്കിൽ മഹാരാഷ്ട്രക്കാരെ അൽഫോൺസിയും വെച്ച്, ഇതൊക്കെ വെച്ചിട്ട് കുറേ ഡെക്കറേഷൻ പൂവൊക്കെ വെച്ച് നമ്മൾ ഇതാണ് വിഷുക്കണി എന്ന് പറഞ്ഞ് സർക്കാർ ഇറക്കുന്ന കറൻസി നോട്ട് വിഷു കൈനീട്ടവും കൊടുത്ത് തീർത്തു. എന്നാൽ ഇതിൻ്റെ ഉള്ളിലൊരു മഹത്തായ സന്ദേശമുണ്ടെന്നും അത് നമ്മുടെ ആരോഗ്യമുള്ള ഒരു ശരീരത്തെക്കുറിച്ചും ആരോഗ്യമുള്ളൊരു മനസ്സിനെക്കുറിച്ചുമാണ്. ഇതാണ് നമ്മൾ മറ്റതൊക്കെ കൊടുത്തോളൂ, കറൻസി നോട്ട് കൊടുത്തോളൂ. കാരണം വ്യവഹാര ലോകത്തിൽ അതും കൂടി വേണമല്ലോ, ഒരു ലൗകിക ജീവിതത്തിൽ അത് വേണം. പക്ഷെ അതല്ല, ഇതതിൻ്റെ ഒരു ഏറ്റവും ഒരു താഴ്ന്ന ഒരു, അല്ലെങ്കിൽ ഏറ്റവും ബേസിക് സാധനമാണ്. കൊടുക്കേണ്ടുന്ന വിഷു കൈനീട്ടം എന്ന് പറയുന്നത് മറ്റൊരാളെ ഉയർത്തലാണ്. അപ്പം ആ ഒരു അറിവും കഴിവും എനിക്കുണ്ടാവാനാണ് ഞാൻ വിഷുക്കണി കാണുന്നത്. അപ്പം ഈ വിഷുക്കണിയിലേക്കുള്ള നോട്ടം വെറും കണ്ണിൻ്റെ ഒരു നോണിക്ക് ഉൾക്കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഞാൻ ആരോഗ്യത്തോടു കൂടി വേണം എൻ്റെ തലമുറയെ നയിക്കാൻ. അതുപോലെ മാനസികമായ ആരോഗ്യം പകർന്നു കൊടുത്തിട്ട് വേണം ഞാൻ നയിക്കാൻ എന്നുള്ള ഒരു തിരിച്ചറിവെങ്കിലും നമ്മുടെ സമൂഹത്തിനുണ്ടായിരുന്നുവെങ്കിൽ വിഷു വളരെ അന്വർത്ഥമാകുമായിരുന്നു. ഇനിയുള്ള കാലമെങ്കിലും വിഷുവിനെ കാലഘട്ടത്തിൻ്റെ ആഘോഷമാക്കി നമ്മൾ മാറ്റണം. പ്രത്യേകിച്ച് നമ്മുടെ ഹിന്ദു സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അനാരോഗ്യം ഹിന്ദു സമൂഹത്തെ വളരെയധികം പിടികൂടിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാമത് നമ്മളെ വഴിതെറ്റിക്കുന്ന ഫുഡിൻ്റെ കൾച്ചറാണ് പുറത്ത് മുഴുവൻ ഇരിക്കുന്നത്. നല്ലൊരു സദ്യവട്ടം ഉണ്ടെങ്കിലും നമ്മുടെ കുട്ടികൾക്കൊക്കെ അവരോട് പറയാൻ അജനാമോട്ടുണ്ട്, നിങ്ങൾ അമിതമായിട്ട് നൂഡിൽസ് കഴിക്കരുത്, പ്രത്യേകിച്ച് മാഗിനെ കഴിക്കരുത്. അതുപോലെ തന്നെ ഈ പാസ്ത പീസ്ത എന്നൊക്കെ പറയുന്നത് മൈദയാണ്. അതുപോലെ പീസ എന്നൊക്കെ പറഞ്ഞാലും അധികം ഈ ചീസ് കഴിക്കുന്നത് അത്ര നല്ലതല്ല. ഒരു പരിധിയിലപ്പുറം ചീസ് നല്ലതല്ല, ബോഡിയിൽ ഓവർ ഫാറ്റ് അടിച്ച് കയറും, കൊളസ്ട്രോൾ കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ മൈദയൊന്നും ശരീരത്തിന് അത്ര നല്ലതല്ല എന്നൊക്കെ പറഞ്ഞാലും ഈ ചോറും സാമ്പാറും കഴിക്കുന്ന ആ കോർണറിൽ തിരക്ക് വളരെ എന്താ പറയുക, കുറവാണോ കൂടുതലാണോ? കുറവായിരിക്കും. ആരപ്പം അനാരോഗ്യം വെച്ചിട്ട് എങ്ങനെയാണ് ഒരു സമൂഹം ഉണ്ടാക്കുക? ഇതുപോലെ മനസ്സുകൊണ്ട് എടുത്തുചാട്ടമുള്ളൊരു സമൂഹത്തിന് എങ്ങനെയാണ് നല്ലൊരു കുടുംബം ഉണ്ടാക്കാൻ പറ്റുക?
അപ്പം അതുകൊണ്ട് ചില പക്വതകൾ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവാൻ അതിനൊരു കൂട്ടായ പ്രവർത്തനം ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ടാണ് വിഷുവിന് നമുക്ക് ഒരു നല്ലൊരു മെസ്സേജ് നമ്മുടെ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്തിട്ട് അവരെ വഴി കാണിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കുണ്ട്? നമുക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, വിഷു എന്ന് പറയുന്നത് നിങ്ങളൊക്കെ പ്രചരിപ്പിക്കണം. കേവലം തമിഴ്നാട്ടുകാരുടെയും ആന്ധ്രക്കാരുടെയും പച്ചക്കറി, നമ്മുടെ ചക്ക മാത്രമേ ഉള്ളൂ അല്ലേ? വേറൊക്കെ കൊന്നപ്പൂവുണ്ട്, പക്ഷേ അതൊന്നും ഇപ്പോഴത്തെ കൊന്നപ്പൂ എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് കൊന്നപ്പൂവും കൂടെ വരുന്നുണ്ട്. നിങ്ങൾക്കറിയോ അറിയില്ലേ? 360 ദിവസവും കൊന്ന പൂക്കുന്ന കാലഘട്ടത്തിലേക്കൊക്കെ വന്നു. അതൊക്കെ വീട്ടിലെ ഡെക്കറേഷനായിട്ട് മാറിയിട്ടുണ്ട്. ഈ തരത്തിൽ കുറേ അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ടുവച്ച് അതാണ് കണി കാണുക. അത് കണി കണ്ടാൽ ഒരു ചെറിയൊരു എന്തെങ്കിലും കറൻസി എടുത്ത് കൊടുക്കുക. ഇതിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ആഘോഷമായി മാറരുത്. അതിനപ്പുറത്തേക്ക് കാലഘട്ടത്തിന് വേണ്ടുന്ന ഒരു സന്ദേശം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനാവട്ടെ നമ്മുടെ വിഷുക്കണി ഈ പ്രാവശ്യത്തത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. അപ്പോൾ ഒരു കീർത്തനം കൂടി ചൊല്ലി നമുക്ക് നിർത്താം. അപ്പോൾ എല്ലാവരും നിവർന്നിരുന്ന് വിഷു നമ്മുടെ ഇവിടെ ഉപസംഹരിപ്പിക്കാം. രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ 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 രാധേ നന്ദകുമാര നവനിത ചോര നാരായണ ഹരി ഗോവിന്ദ നന്ദകുമാര നവനിത ചോര നാരായണ ഹരി ഗോവിന്ദ യശോദ ബാലായ യദുകുലതിലക ശ്രീഹരി കൃഷ്ണ ഗോവിന്ദ യശോദ ബാലായ യദുകുലതിലക ശ്രീഹരി കൃഷ്ണ ഗോവിന്ദ രാധേ രാധേ ഗോവിന്ദ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ രാധേ ഗോപാല രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ
ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ രാധേ 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 ഗോവിന്ദ ഗോവിന്ദ രാധേ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. അപ്പം ഈ ഒരു വർഷത്തെ വിഷു നമുക്ക് ഒരു നല്ല സന്ദേശമാവട്ടെ. ൊക്കെ നല്ല ആരോഗ്യത്തെയും അതേപോലെ തന്നെ കൃഷ്ണൻ്റെയും അതുപോലെ തന്നെയുള്ള രാമായണോ ഗീതാ പുസ്തകങ്ങളൊക്കെ നല്ലൊരു മനസ്സിൻ്റെയും നേടിയെടുക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഓർമ്മിപ്പിക്കുന്നു. ഈ ആരോഗ്യമുള്ള ശരീരവും ആരോഗ്യമുള്ള മനസ്സും കൊണ്ടായിരിക്കണം നമ്മുടെ ജീവിത പ്രയാണം. അപ്പോഴാണ് നമുക്ക് കർമ്മഫലം ഈ വിഷു കൈനീട്ടം മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുക. അപ്പം നമ്മുടെ ജീവിതത്തിൽ കഴിയുന്നത്ര നമ്മൾ മറ്റുള്ളവരെ മാനസികമായി ഉയർത്താനുള്ള ഒരു പരിശീലനം നമ്മളെടുത്തുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ വിഷുക്കൈനീട്ടമാണെന്ന് നമ്മൾ ഓർക്കുക. കൃഷ്ണൻ പറയുന്ന പോലെ ദക്ഷിണ ജ്ഞാനസന്ദേശ, ഏറ്റവും വലിയ ദക്ഷിണ ജ്ഞാനസന്ദേശമാണെന്ന് ഭാഗവതം ഏകാദശ സ്കന്ധത്തിൽ 19-ാമത്തേതിൽ കൃഷ്ണൻ 34-ാമത്തെ ശ്ലോകത്തിൽ ഓർമ്മിപ്പിക്കും. ഒരു പ്രചോദനമാണ് ഏറ്റവും വലിയ ദക്ഷിണ എന്നുള്ളത്. അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ഇപ്രകാരം ആരോഗ്യവും മാനസികമായ മനോബലവും അല്ലെങ്കിൽ പ്രചോദനവും നിറഞ്ഞ ഒരു വിഷു ആശംസിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ, ഗുരുക്കന്മാരെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. എൻ്റെ അടുത്ത് ധനഞ്ജയൻ എന്തോ പറയാൻ പോണ്ടോ? ഓ,